പാചകവാതക വാണിജ്യ സിലിണ്ടറുകളുടെ വിതരണത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയത് ജില്ലയിലെ ഹോട്ടലുകളുടെ പ്രവർത്തനത്തെ സാരമായി ബാധിച്ചു തുടങ്ങി. ജില്ലയിലെ നൂറുകണക്കിന് ഹോട്ടലുകളുടെ പ്രവർത്തനം പ്രതിസന്ധിയിലേക്കാണ് നീങ്ങുന്നത്. നിലവിൽ ജില്ലയിൽ വിവിധ ടൗണുകളിൽ 10ഓളം ഹോട്ടലുകൾ പാചകവാതക ക്ഷാമം മൂലം അടച്ചു. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ അനീഷ് ചേരുന്നു. അനീഷ്, ഈ ഒരു നിയന്ത്രണം വ്യാപാര സ്ഥാപനങ്ങളെ കൂടുതൽ ബാധിക്കുന്നുണ്ടോ? വലിയ പ്രതിസന്ധിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് വ്യാപാര സ്ഥാപനങ്ങൾ, ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾക്കൊക്കെയാണ് ഇത്തരത്തിലുള്ള വലിയ പ്രതിസന്ധി ഉണ്ടായിട്ടുള്ളത്. ജില്ലയിൽ ഏതാണ്ട് 10,000-ഓളം ഇത്തരത്തിലുള്ള ഭക്ഷ്യ സാധനങ്ങൾ, ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ഹോട്ടലുകളും അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളും ഉണ്ടെന്നാണ് അനൌദ്യോഗികമായിട്ടുള്ള കണക്ക്. ഇവിടങ്ങളിൽ ഏതാണ്ട് ഒരു 5% മാത്രമാണ്, ഏതാണ്ട് ഗ്രാമീണ മേഖലയിൽ മാത്രമാണ് വിറക് ഉപയോഗിച്ച് പാചകം ചെയ്യുന്നത്. ബാക്കി എല്ലാവരും വാണിജ്യ പാചകവാതക സിലിണ്ടറുകളെയാണ് ആശ്രയിക്കുന്നത്. ഒരു ദിവസം ഏതാണ്ട് 5 മുതൽ 10 വരെ സിലിണ്ടറുകൾ ഉപയോഗിക്കുന്ന വലിയ റെസ്റ്റോറന്റുകളൊക്കെ ജില്ലയിലുണ്ട്. ഇങ്ങനെയുള്ള റെസ്റ്റോറന്റുകളിലെല്ലാമാണ് വലിയ പ്രതിസന്ധിയായിട്ടുള്ളത്. ഇറാൻ യുദ്ധത്തെ തുടർന്നാണ് ഹമാസ് കടലിടുക്കിലൂടെയുള്ള പാചകവാതക ഇന്ധന വിതരണത്തിന് തടസ്സം നേരിട്ടതോടുകൂടിയാണ് ഇപ്പോൾ കേരളത്തിലേക്കും പ്രത്യേകിച്ച് ഇടുക്കി അടക്കമുള്ള മലയോര ജില്ലകളിലേക്കും ഈ പ്രതിസന്ധി ഉണ്ടായിട്ടുള്ളത്. ഇതുവരെ ഏതാണ്ട് 10ഓളം ഹോട്ടലുകൾ ജില്ലയിൽ ഇപ്പോൾ അടഞ്ഞു കിടക്കുന്നതായിട്ടാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. തൂക്കുപാലം അതുപോലെ തന്നെ നെടുങ്കണ്ടത്തൊക്കെ തന്നെ ഹോട്ടലുകൾ കഴിഞ്ഞ ദിവസം അടച്ചിരുന്നു. കൃത്യമായിട്ട് പാചകവാതകം ലഭ്യമാകാത്തതാണ് വലിയ പ്രതിസന്ധിയായി മാറിയിട്ടുള്ളത്. അതായത് ഇത്തരം സ്ഥാപനങ്ങളിൽ ഒക്കെ തന്നെ വിറക് ഉപയോഗിച്ച് പാചകം ചെയ്യുവാൻ സാധിക്കാത്ത ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. ഇപ്പോൾ നിലവിലുള്ള ഹോട്ടലുകളിലും 3-4 സിലിണ്ടറുകൾ മാത്രമാണ് അവശേഷിക്കുന്നതെന്നാണ് ഈ ഹോട്ടൽ ഉടമകളും നടത്തിപ്പുകാരും ഒക്കെ തന്നെ പറയുന്നത്. അതുകൂടി തീർന്നു കഴിഞ്ഞാൽ വീണ്ടും ഇവർക്ക് ഹോട്ടലുകൾ അടയ്ക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ പാചകവാതക വിതരണക്കാരുമായി ബന്ധപ്പെട്ടപ്പോൾ ബുക്കുള്ളവർക്ക് പാചകവാതകം നൽകുന്നുണ്ട് എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. എന്നിരുന്നാൽ കൂടി നേരത്തെ മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ട കാര്യമൊക്കെ ഉണ്ട്. ഇതിനുശേഷം മാത്രമേ പാചകവാതകം ലഭിക്കൂ എന്നാണ് പറയുന്നത്. ഈ ഒരു സാഹചര്യം മുൻനിർത്തി തന്നെ കേന്ദ്ര സർക്കാർ നിയന്ത്രണങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. 5 സിലിണ്ടറുകളിൽ കൂടുതൽ ഒരു സ്ഥാപനത്തിൽ സൂക്ഷിക്കുവാൻ പാടില്ല എന്നുള്ള ഉത്തരവും വന്നിരുന്നു. എന്താണെങ്കിലും ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എത്രയും ഈ ഒരു പ്രതിസന്ധി മറികടക്കുവാൻ കഴിയണമെന്നാണ് ഈ വ്യാപാരികളൊക്കെ തന്നെ ആവശ്യപ്പെടുന്നത്.